മുഖ്യമന്ത്രി ഈ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഈ രാമനിലയത്തിലൊക്കെ അടക്കം എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ രാമനിലയത്തിന് സമീപമുള്ള റോഡിലൂടെ തന്നെയാണ് ഈ മാർച്ച് പോകുന്നത്. പക്ഷേ രാമനിലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നീങ്ങില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവർ. എന്തായാലും പോലീസ് ആ റോഡടക്കം ഇപ്പോൾ നിലവിൽ അടച്ചു പൂട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായുള്ള മുൻകരുതൽ പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ശക്തമായ പ്രതിഷേധം, അതായത് DCC ഓഫീസിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത്. അത് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ അവിടെ മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. ആ ഫ്ലെക്സ് ബോർഡ് തകർക്കാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചത്. അവിടെ പോലീസിന്റെ വലിയ ബസ് അടക്കം കൊണ്ടിട്ട് ഈ ഫ്ലെക്സ് ബോർഡ് തകർക്കുന്നത് തടയാനുള്ള ശ്രമമെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത് മറികടന്നാണ് ഇവർ ഈ ഫ്ലെക്സ് ബോർഡ് തകർക്കാൻ ശ്രമിച്ചത്. അതോടുകൂടി പോലീസുമായി ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. ചെറിയ രീതിയിൽ ലാത്തി പ്രയോഗം അടക്കം അവിടെ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഈ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോൾ തൃശൂർ കോർപ്പറേഷന് മുന്നിലേക്കാണ് ഈ മാർച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാമനിലയത്തിലേക്ക് പോകാവുന്ന റോഡാണ്, പക്ഷേ ഈ കോർപ്പറേഷനിലേക്ക് തന്നെ ഈ മാർച്ച് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ശക്തമായ പ്രതിഷേധം അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലും ഉയരുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് തൃശ്ശൂരിൽ ഒരുക്കിയിട്ടുള്ളത്. ശക്തമായ പോലീസ് വിന്യാസം തന്നെ തൃശ്ശൂരിലുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ACP തന്നെ നേരിട്ടിറങ്ങിക്കൊണ്ട് ഒരു സുരക്ഷ തൃശ്ശൂരിൽ ഉറപ്പാക്കുന്നു. അങ്ങനെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇറക്കിക്കൊണ്ടാണ് തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ നേരിടുന്ന വിജയകുമാർ. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം തൃശ്ശൂരിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.